سيد المرسلين وعلى آله وصحابه الفائزين. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ സദസ്സിലെ പ്രഗത്ഭരായ സാദാത്യങ്ങൾ, മഹാന്മാരായ പണ്ഡിതന്മാർ, സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങളടക്കമുള്ള കുമ്രാൻ ഉസ്താദ് ഉസ്മാൻ ഫൈദി അടക്കമുള്ള പണ്ഡിതന്മാർ, ബഹുമാന്യരായ ഉമറാക്കൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് വേദി ഒരുക്കിയ ഈ ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനത്തിന് അവസരമൊരുക്കിയ, ഇതിനുവേണ്ടി പരിശ്രമിച്ച് അതുപോലെ ഒരുപാട് പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ നിരാലംബരായ, നിരാശ്രയരായ, നിർഗതി, സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളെ, ഒരുപാട് വ്യക്തികളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അനി ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ട്രസ്റ്റിൻ്റെ നേതൃത്വം പ്രിയപ്പെട്ട അബ്ദുൽ ലത്തീഫ് ഗുറുപ്പുറ, അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഇനിയും ഒരുപാട് ഇതുപോലത്തെ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു തആല കഴിവും കരുത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് സാമ്പത്തികമായി ഉയർന്ന നിലവാരത്തിലുള്ള ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. പക്ഷേ ഇതുപോലെ തോറ്റപ്പെട്ട ആളുകൾ, ജാതി മത ഭേദമന്യേ മനുഷ്യനെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന ഇതുപോലെയുള്ള സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കേണ്ടതുണ്ട്. കാരണം ഇതുപോലെ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ നിലനിൽക്കുന്ന കാലത്തെ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മളെപ്പോ ഇതുപോലെയുള്ള ഇന്ന് സ്വാർത്ഥതയുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തിനും പ്രതിഫലം ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം. മറ്റൊരാളോട് ഒന്ന് പുഞ്ചിരിച്ചു കൊടുത്താൽ അതിന് എനിക്കെന്ത് കിട്ടുമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ലാഭം മാത്രം നോക്കിയിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പെൺമക്കളുടെ വിവാഹം നടന്ന് മറ്റുള്ളവരുടെ സന്തോഷം കണ്ട് അതിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ഒരു സ്വഭാവമാണ്. ഇത് നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം നമുക്ക് ലഭിക്കാൻ ഇതുപോലെയുള്ള, ഇത് മാത്രമല്ല, ഇതിന്റെ ഇതുപോലത്തെ ഒരു വലിയ പ്രോഗ്രാം ഇത് മാത്രമല്ല, കഴിഞ്ഞ റമദാനിലും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെയുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുത്തു. ഈ ഒരുപാട് ദീനി സ്ഥാപനങ്ങൾക്ക്, ഇപ്പൊ ഞങ്ങൾക്കറിയാം ദാറുസ്സലാം പോലെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും അകമഴിഞ്ഞു കൊടുക്കാനുള്ള ഒരു മനസ്സ് അള്ളാഹു ഇനിയും അത് അഭിവൃദ്ധിയും പുരോഗതിയും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് എല്ലാ നിലക്കുള്ള ആഫത്ത്, പ്രയാസങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു തആല ഇതുപോലെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളുടെ പുണ്യം കൊണ്ട് അല്ലാഹു സലാമത്താക്കി കൊടുക്കട്ടെ. അവരെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു ഇതിന്റെ സവാബ് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഇർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ, നിങ്ങൾ ഈ ഭൂമിയിലുള്ളവർക്ക് കാരുണ്യം ചെയ്യേണ്ടവർക്ക് നിങ്ങൾ കാരുണ്യം ചെയ്താൽ അർഹമുർ റഹീമായ അല്ലാഹു നിങ്ങൾക്ക് കാരുണ്യം ചെയ്യും. അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് പറയുന്നത് ഈ ലോകത്ത് അവസാനിക്കുന്നതല്ല. അള്ളാഹു റഹ്മാനുമാണ്, റഹീമുമാണ്. റഹീം എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യത്തിന്റെ ലോകമാണ്.
അതിൻ്റെ ചെറിയൊരു ശതമാനം മാത്രമേ ഇന്ന് ലോകത്ത് ജനങ്ങൾ അനുഭവിക്കുന്നുള്ളൂ. പരലോകത്തുള്ള കാരുണ്യത്തിനെ പറ്റിയാണ് ഇസ്ലാം കൂടുതൽ പ്രാധാന്യത്തോടുകൂടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്കൊരു മാതൃകയാണ്. ഇത് ലത്തീഫിനെ പോലെ അതുപോലെ ഇങ്ങനത്തെ ഒരു വലിയ ചടങ്ങ് നമുക്ക് സാധിച്ചില്ലെങ്കിലും നമ്മളെ കൊണ്ട് ആവുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ, അല്ലാതെ യദുൽ ഉൽയ ഖൈറും മിൻ യദിസ് സുഫ്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ കൊടുക്കുന്ന ഒരു ശീലം നമുക്കിടയിൽ ഉണ്ടാകണം. നമ്മളെ കൊണ്ട് ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് സഹായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മുടെ അയൽവാസികളായ, നമ്മുടെ പരിചയത്തിലുള്ള പാവപ്പെട്ട ആളുകൾ ഉണ്ടാകും. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ, ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് എന്താണോ സാധിക്കുന്നത് ആ ഒരു ജീവകാരുണ്യ പ്രവർത്തനം ഞാനും എൻ്റെ ജീവിതത്തിൽ ഞാൻ അതിനെ മാതൃകയാക്കുമെന്നുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ടായിരിക്കണം ഇവിടെ നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ. എന്നെ കൊണ്ടറിയാൻ, ആളുകളെ കാണാതെയാണെങ്കിലും കണ്ടിട്ടാണെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെയുള്ള ഒരു കാരുണ്യ പ്രവർത്തനങ്ങൾ, അത് ഏത് മനുഷ്യനാണെങ്കിലും, അത് ഏത് ജാതിയാണെങ്കിലും, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറക്കുന്നത് എൻ്റെ ചര്യയല്ല, അവൻ എന്നിൽ പെട്ടവനല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിലേക്ക്, ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ മാറണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ ഒരുപാട് നല്ല വിപുലമായിട്ടുള്ള ഫംഗ്ഷൻ ഇവിടെ മാഷാ അല്ലാഹ്, അള്ളാഹു ഇതിനെ കബൂൽ ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ ഉയർച്ചയ്ക്കും ഇതൊരു കാരണമാക്കി കൊടുക്കട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു ഇതിന്റെ ഗുണം, സന്തോഷം അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അള്ളാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ അവരൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന നമ്മുടെ ഈ രാജ്യത്ത് എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടെ, പരസ്പര സ്നേഹത്തോടുകൂടെ, സഹകരണത്തോടുകൂടെയുള്ള ഒരു സന്തോഷകരമായ സൗഹാർദ്ദ അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ടാകണം. അതിനുവേണ്ടി നിങ്ങളൊക്കെ അതിനുവേണ്ടിയാവണം നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പുകളൊക്കെ. നിങ്ങളൊക്കെ അതിനു വേണ്ടി ദുആ ചെയ്യണം. ഈ സ്നേഹവും സന്തോഷവും എന്നും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കണം. എല്ലാ നിലക്കുള്ള വിഭാഗീയതകളും മറ്റുള്ള ധ്രുവീകരണങ്ങളും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് നല്ല നിലക്കുള്ള നല്ലൊരു രാജ്യം നമുക്ക് മുമ്പിൽ ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അബ്ദുൽ ലത്തീഫ് കുറുപ്ര അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.